അച്ഛന്മാരിവിടെ കോഫി ചെയ്യാണ്. ബൈസെപ്സ് പമ്പ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എല്ലാ ജിമ്മം ഭ്രാന്തന്മാര്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെക്ക് ഡാമിൽ കുളിക്കാൻ പോകണേ. നമ്മളെ ഇന്നത്തെ വീഡിയോ ബാഗില് തോർത്തും കാര്യങ്ങൾ എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ മാത്രമല്ല, അനിയനും ഉണ്ട്. അപ്പൊ നമ്മളിന്ന് കുളിക്കാൻ പോവുകയാണ്. ഓക്കെ, ഹലോ ഗൈസ്. അപ്പൊ നമ്മള് ഇവിടെ ചെക്ക് ഡാമിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു പയ്യനും കൂടെ നമ്മളുടെ ആളായിട്ടുണ്ട്. മുഹമ്മദ് ആഷ് എന്നാണ് അവന്റെ പേര്. സച്ചും ബാഗിലുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇവിടെ നടക്കുകയാണ്. തൊട്ട് താഴെയായിട്ടാണ് ചെക്ക് ഡാം വരുന്നത്. കുളിക്കാനുള്ള ഒരു സെറ്റ് സ്പോട്ടാണ്. അരുവിക്കര ഡാം തുറന്നു വിട്ടിട്ടുണ്ട്. 3 ഷട്ടർ നമ്മളിങ്ങോട്ട് വന്നപ്പോ തുറന്നിട്ടിട്ടുണ്ട്. അപ്പം നല്ല വെള്ളത്തിന്റെ ഒഴുക്കും കൂടെ ഉണ്ട്. ഇതോ അവിടെയായിട്ടാണ് ചെക്ക് ഡാം വരുന്നത്. ഒരു കിടിലൻ സ്പോട്ടാണ്. കുളിക്കാൻ പറ്റിയതും ഫോട്ടോ എടുക്കാനും റീലെടുക്കാനും ഒരു കിടിലൻ സ്പോട്ടാണ് ചെക്ക് ഡാം. താഴെയായിട്ടാണ് ചെക്ക് ഡാം വരുന്നത്. അരുവിക്കര ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത് നേരെ ഒഴുകി ചെക്ക് ഡാമിലോട്ട് വരുന്നത്. ഇതാണ് ചെക്ക് ഡാം. ഇതോ അവിടെയായിട്ടാണ് കുളിക്കുന്നത്. നല്ല ഒഴുക്കൊക്കെ ഉണ്ട്. അവിടെ മരമൊക്കെ ഒടിഞ്ഞു വീണ് നടന്നിട്ടുണ്ട്. അവർ കയറി വരെയാണ്. ഗൈസ്, നമ്മളപ്പോ ഇവിടുന്ന് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ അവന്മാര് നടന്നു വരെയാണ്. പാറയൊക്കെ നല്ല തെന്നിലുണ്ട്. ഡാം തുറന്നു വിട്ടോണ്ട് ഭയങ്കര ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മൊത്തം പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ്. വെള്ളമൊക്കെ നല്ല കലങ്ങി ഇട്ടിട്ടുണ്ട്. ഡാം തുറന്നു വിട്ട സമയമായോണ്ട് നല്ല ഒഴുക്കുണ്ട്. അപ്പൊ അവന്മാരിതാ വരെയാണ്. ഗൈസ്, അപ്പൊ നമ്മള് എന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് കുളിക്കുന്ന സ്ഥലം. അപ്പൊ നമ്മള് ഇനി ഡ്രസ്സൊക്കെ മാറണം. അത് നല്ല ഡാം തുറന്നു വിട്ടോണ്ട് 3 ഷട്ടർ തുറന്നു വിട്ടോണ്ട് നല്ല ഒഴുക്കൊക്കെ ഉണ്ട്. അരുവിക്കരയുടെ തൊട്ടിപ്പുറത്തായിട്ടാണ് വരുന്നത്. നമുക്കിനി ഡ്രസ്സ് മാറണം. ഡ്രസ്സ് വാങ്ങിട്ട് കാണാം. ഗൈസ്, നല്ല ശക്തമായിട്ടാണ് വെള്ളം ഒഴുകണത്. അത്യാവശ്യം നല്ല ഇതുണ്ട്. നമ്മുടെ സച്ചു ഒക്കെ കുളിക്കാനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അവിടെ ആയിട്ടാണ് കുളിക്കുന്നത്. അവിടെ ഇപ്പൊ നല്ല വെള്ളം കയറി കൊണ്ടാണ്. കിടില സ്ഥലമാണ്. ഇല്ലെങ്കിൽ അവിടെ കുളം പോലെ കിടക്കുന്ന സ്ഥലമാണ്. നമുക്കിനി അങ്ങോട്ട് പോകണം. പിന്നെ ഇവിടെ കൂടെ നടന്നു വേണം പോവാൻ. ഗൈസ്, അപ്പൊ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥലം. നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. കിടില സ്ഥലമാണ്. നല്ല അത്യാവശ്യം ഈ നൈറ്റില് വെള്ളമൊക്കെ ഉണ്ട്. കിടില സ്ഥലമാണ് ഗൈസ്. കിടില നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണ്. നല്ല കിടില തണുപ്പൊക്കെ ഉണ്ട്. അപ്പൊ അവന്മാർ ഇറങ്ങാൻ പോവുകയാണ്. ഞാൻ ഇറങ്ങി നമ്മൾ കുളിക്കുന്നതായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്തായിട്ടൊരു ഗുഹ പോലത്തെ ഒരു സംഭവം ഉണ്ട്. അതും കൂടെ കാണിച്ചൊരു സെറ്റ് സ്ഥലമാണ്. അരുവിക്കര ഇരുമ്പ റൂട്ട് പോകുന്നതിന്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ സ്ഥലം വരുന്നത്. അപ്പൊ അവന്മാരുടെ അടുത്ത് ഇറങ്ങാൻ കുളിക്കാൻ ഇറങ്ങിയാണ്. ഇവിടെ ആയിട്ട് പാറയുടെ ഇടയ്ക്ക് ഉള്ള ഒരു സംഭവം സെറ്റപ്പാണ്. ഇങ്ങോട്ടൊക്കെ നോക്കണമെങ്കിൽ അത് കിടിലം വൈബൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അതൊക്കെ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. എല്ലാം ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. കിടില സ്ഥലമാണ്. നമ്മൾ അവ ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത് സച്ചു ഇറങ്ങണം. മോതിരം കളഞ്ഞു പോകാൻ നമുക്ക് ഇവിടെ വയ്ക്കാം. ഓക്കെ, മോതിരം എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. കുളിച്ച് കഴിഞ്ഞിട്ട് വന്ന് എടുക്കാം. അടുത്ത സച്ചു ഇറങ്ങാൻ പോവുകയാണ്. സച്ചു ഇറങ്ങാൻ നിൽക്കട്ടെ. കുറച്ച് വെള്ളം കോരി വെച്ചോണ്ട് തലയെ കൂടെ ഒഴിക്കാം. കുറച്ച് വെള്ളം കോരി ഒഴിക്കാം. കൊരയിടാ വെള്ളം കോരി എടുക്കണറിയോ? ആടേട് അവന്റെ ബോഡി ബിൽഡറിന്റെ ഷോ ഒക്കെ കാണിക്കണ്. ഇങ്ങനെ പോസ് എടുക്കണം, അങ്ങനെ പോസ് എടുക്കണം. ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കണം ഒരുത്തൈ എങ്ങനെ എടുക്കണം എന്നുള്ളത്. പെട്രോൾ അല്ലടാ, അത് പെപ്സി. പുതിയൊരു കണ്ടന്റ് കിട്ടി. 10 വർഷം പഴക്കമുള്ള പെപ്സി തുറന്നാണ്ടോ. ഇവിടെ ആരോ കുടിച്ചിട്ട് വെച്ചിട്ട് പോയി പെപ്സിയുടെ ബാക്കിയായിട്ട് നമുക്കിത് തുറന്ന് കളയാം. ഇങ്ങോട്ട് കളയാം, ഇല്ലെങ്കിൽ നമ്മൾ കുളിക്കണ വെള്ളത്തിൽ തന്നെ ഇറങ്ങും. ഇവിടെ ഇവിടെ ഷട്ടർ എല്ലാം തുറന്നു വിടണം. അരുവിക്കര മെയിൻ ഡാമിന്റെ അവിടുത്തെ വെള്ളമാണ് ഇങ്ങോട്ട് ഒഴുകി വരുന്നത്.
അപ്പൊ ഈ കുപ്പി എന്തായിരുന്നാലും ഇങ്ങോട്ട് മാറ്റിയിട്ടേക്കാം. എന്റെ മോതിരം പോയില്ല. ഇവിടെ എന്റെ മോതിരം എവിടെ ഇവിടെ? ആ ഓക്കെ ഓക്കെ ഓക്കെ, മോതിരം എവിടെ ഉണ്ട്? അതാണ്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കാണ് ഇറങ്ങാതെ. ഹലോ ഗൈസ്, നമ്മുടെ 2 മച്ചാമാര് ഇവിടെ പോസ് ചെയ്യാണ്. അപ്പൊ നോക്കാം എന്തൊക്കെയാ കാണിക്കുന്നത്. ഏട് മല്ലിക ഓട്ട പവർ. അത് വേണം ചന്തു ആക്കിയ ഗൈസ് നമ്മൾ രണ്ടുപേരും എടുത്തപ്പോ സച്ചുവിന് വിഷമം. സച്ചു പോസ് കാണിക്കുന്നു. ഗൈസ് അടുത്ത അവർ രണ്ടുപേരും കൂടെ എടുക്കണത്. ഇവിടെ കുളിക്കാൻ വന്നിട്ട് പോസ് കാണിപ്പ്. ജിം ബോയ്സ് ആണ് മൊത്തം. പ്രൊഫഷണൽ സച്ചുവിനെയാണ് നിങ്ങൾ കാണുന്നത്. ഗൈസ് കുളിച്ച് കഴിഞ്ഞത് നിക്കറെല്ലാം നനഞ്ഞ് ഒരു പരുവായി. സച്ചുവിൻ്റെയും നനഞ്ഞ് ഒരു പരുവായി. അവനെന്താ വന്നു. ഇനി നമുക്ക് ഇവിടെ ചെരുപ്പെല്ലാം കിടക്കണം. ഈ ഡ്രസ്സെല്ലാം മാറണം. ഡ്രസ്സെല്ലാം മാറിയിട്ട് വേണം. ഹലോ ഗൈസ്, നമ്മുടെ ചന്ത് ചെരുപ്പ് കഴിവയാട്. മല്ലിക ഇവിടെ എന്താ ഒരു കിടിലം സ്പോട്ടാണ്. നമ്മളൊരു വ്ളോഗറിനെ കണ്ടുമുട്ടി. ഗൈസ് നമ്മൾ ഡ്രസ്സെല്ലാം മാറിക്കൊണ്ടിരിക്കുമ്പോ സച്ചു ഇതാ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടി കല്ലെടുത്ത് ബൈസെപ്സ് പമ്പ് ചെയ്യാണ്. ചെറുക്ക ബൈസെപ്സ് പമ്പ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് 10-15 പേരെ വളയ്ക്കണ ഹോളുണ്ട്. ബൈസെപ്സ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറുക്കെ. അടുത്ത ഫോട്ടോയ്ക്ക് എടുക്കാൻ വേണ്ടി അടുത്ത ഒരുത്ത അവിടെ പുഷപ്പ് എടുക്കുകയാണ്. എല്ലാ ജിമ്മം ഭ്രാന്തന്മാര്. ഞാൻ കുളിച്ച് തല മൊത്തം വെള്ളമാണ്. ഇനി കുറച്ച് ഉണങ്ങിയിട്ട് അപ്പുറത്തായിട്ട് ചെറിയൊരു ഗുഹ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പൊ അതും കൂടെ കാണിച്ചു തന്നിട്ട് നമ്മളിന്ന് പോവുകയാണ്. ഇന്നത്തെ ചെറിയൊരു വീഡിയോ വരുന്നത്. ഇതൊക്കെ ഇരുന്നോണ്ട് ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഇങ്ങോട്ട് വന്നതാണ്. കുറെ ദിവസം ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അപ്പൊ ജസ്റ്റ് ഇങ്ങോട്ട് കാണിച്ചു തരാൻ വേണ്ടിയൊക്കെ വന്നതാണ്. അവന്മാർ രണ്ടും കൂടെ അവിടെ കിടന്ന് എന്തിനൊക്കെ കാണിക്കണ്. ബോഡി ബിൽഡേഴ്സ്, അഡിക്ഷൻ ഓഫ് ജിം. ചെറുക്കന്മാര് ഫോട്ടോ എടുക്കാൻ വേണ്ടി ബോഡി പമ്പ് ചെയ്യാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഗൈസ്. അപ്പൊ നമ്മൾ കുളിച്ചത് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മള് ഇവിടെ അങ്ങ് പോയാണ് കുളിച്ചത്. അപ്പൊ അവിടെ നിന്ന് കുളിച്ചത് ഇങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ബൈക്ക് ഇതായിരിക്കുന്നത്. ബൈക്കിന്റെ അടുത്ത് എത്തി ഗൈസ്. ഇനി ബൈക്ക് എടുക്കണം. ഓക്കെ ഗൈസ്, വണ്ടി എടുത്ത് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടുള്ള ഒരു എൻട്രി, ഒരു ഗുഹ പോലത്തെ ഒരു സെറ്റപ്പ് ആണ്. ഇവിടെ എൻട്രി ഒക്കെ ഉണ്ട്. ഇത് അരുവിക്കരയിൽ നിന്ന് ഇരുമ്പ പോണ റോഡാണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകാനുള്ളത്. നമ്മളിത് ഇങ്ങോട്ട് ഇറങ്ങി പോവുകയാണ്. ജസ്റ്റ് ഇത് പോയി അപ്പുറത്ത് അരുവിക്കര ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ കയറുന്ന ഒരു ചെറിയൊരു പാതയാണ്. 2 സൈഡും അതിലുപോലത്തെ ഒരു ഗുഹ സെറ്റപ്പാണ് വരുന്നത്. കിടില സ്പോട്ടാണ്. എന്നാൽ ചെരുപ്പൊക്കെ ഇടുന്നത്. അച്യുത മാസമായിട്ട് നടക്കുകയാണ്. മാങ്കിടാ കിട്ടില്ല സ്പോട്ടാണ്. നമ്മളിത് കുളിച്ച് മുടിയൊക്കെ ഉണങ്ങിയത് ഈ സ്പോട്ടിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ട്. മഴ, ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. മഴ ചെറുതായിട്ട് പൊടിയാണ്. കുഴപ്പമില്ല. നമ്മളത് ഇവിടെ കൂടെ നടക്കുന്നുണ്ട്. കിടില സ്ഥലമാണ്. മൈൻഡ് റിഫ്രഷ് ആക്കാൻ പറ്റിയൊരു കിടില സ്പോട്ട്. 2 സൈഡും ഇത് സെന്ററിൽ കൂടെ ഒരു വഴി സ്ട്രെയിറ്റ്. കിടില ഒരു സ്ഥലമാണ്. വേണ്ട മുകളിലുള്ള മരവും ഇതൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല കിടില ഒരു സ്ഥലമാണ്. ചുമ്മാ നടക്കാനും എല്ലാത്തിനും പറ്റിയൊരു കിടില സ്ഥലം. അവന്മാര് ഫ്രണ്ടിൽ നടക്കണ്. ഞാൻ ബാക്കിൽ വീഡിയോ എടുത്തോണ്ട് പറഞ്ഞു. കിടില സ്പോട്ടാണ്. മുകളിലൊക്കെ മരങ്ങൾ ഇങ്ങനെ സൈഡിൽ നിന്ന് പൊടിച്ച് തൂങ്ങി കിടക്കേണ്ടത്. ഇവിടെ എന്തായാലും മരം എന്താ ഒടിഞ്ഞ് വീണ് കിടക്കും. ഒടിഞ്ഞ് വീണതല്ല സംഭവം, ആ സൈഡിൽ നിന്ന് പൊടിച്ചു വന്നതാണ്. ഇവിടെ റോഡെത്തി മോശമാണ്. ആ സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് വണ്ടി ഇറങ്ങൂല. വണ്ടി അവിടെ ഇരിക്കുള്ളൂ. സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് ഇറങ്ങൂല. നമ്മാരിത് സെറ്റ് സ്ഥലമാണ്. ഇനി അപ്പുറത്ത് പോയ ക്ഷേത്രത്തിൻ്റെ തൊട്ട് സൈഡിൽ അരുവിക്കര ഡാമിൻ്റെ അവിടെ ചെന്ന് കയറാൻ പറ്റും ഈ വഴി.
മുകളിലോട്ടൊരു വഴി കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു മുകളിലോട്ട് കയറാനുള്ള ഒരു വഴിയായിരിക്കും. കിടിലൻ സ്പോട്ടാണിത്. പക്ഷെ ഇവിടെ അത്യാവശ്യം വേസ്റ്റ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ വൃത്തി കുറവാണ്, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനായിരുന്നാലും റീൽ എടുക്കാനായിരുന്നാലും ബൈക്കൊക്കെ വെച്ച് റീൽ എടുക്കാനായിരുന്നാലും കിടിലൻ സ്ഥലമാണ്. അത്യാവശ്യം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട നല്ല സ്പോട്ടാണ്. ഞാനെന്താ അവരെ പിറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഇതുവരെയായിട്ടും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തായിട്ട് വെളിച്ചം വന്നു തുടങ്ങി. അരുവിക്കര ഡാമിൻ്റെ തൊട്ട് സൈഡെത്തി. നമ്മൾ തിരിച്ച് ഇവിടുന്ന് നടക്കണം. കാര്യം വണ്ടി നമ്മളവിടെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇനി തിരിച്ച് നടക്കണം. ഇവിടെ കുറച്ച് വെട്ടം വന്നിട്ടുള്ളൊരു സ്ഥലമെത്തി. വെട്ടമൊക്കെ വന്നിട്ടുണ്ട്. അരുവിക്കര ഡാമിൻ്റെ അടുത്ത് ക്ഷേത്രത്തിന്റെ തൊട്ട് സൈഡിലായിട്ട് ചെന്ന് കയറിയിട്ടുണ്ട്. ഡാമിന്റെ തൊട്ട് സൈഡിലായിട്ട് ചെന്ന് കയറിയിട്ടുണ്ട്. നമ്മളിവിടെ കൂടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ സൈഡിൽ നമ്മൾ നടന്നു പോവുകയാണ്. നമ്മൾ ഇത്രയും നേരം വന്ന വഴി ഇതാണ്. ഇവിടെ കൂടെ അപ്പുറത്തിറങ്ങാൻ പറ്റും. അതുകൊണ്ട് അവന്മാർ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഡാം ഇതോ അവിടെ ആയിട്ട് വരും. ഇത് ഡാമിന്റെ അടുത്ത് ക്ഷേത്രമാണ്. അവിടെ പൈപ്പിൽ നിന്ന് കൈ കഴുകുന്നു. ഓക്കെ ഗൈസ്, ഇതൊക്കെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇവിടെ വരുന്നതൊക്കെയാണ് കാണിച്ചത്. അപ്പൊ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിൽ നല്ല കിട്ടുന്ന വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരും. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലേക്ക് അമർത്തിയിടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പൊ ഇതിൽ നല്ല കിട്ടുന്ന വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരും. അതുവരേക്കും ബൈ ബൈ.